കെ രാജേന്ദ്രനാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഓരോ സ്ഥാനാർത്ഥികളുടെയും വിവരങ്ങൾ ഇങ്ങനെ ഓരോ ദിവസമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കെ രാജേന്ദ്രൻ തത്സമയം ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം പശ്ചിമ ബംഗാളിൽ നിന്ന് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് രാജേന്ദ്രൻ. ഗുഡ് മോർണിംഗ്. ദീർഘ ദിവസങ്ങളിലെ പ്രചാരണ രംഗത്തിന് ശേഷം മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. 4 മണ്ഡലങ്ങൾ പശ്ചിമ ബംഗാളിൽ വിധിയെഴുതുന്നു. രാജേന്ദ്രൻ കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാം. എങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്തെന്നാൽ ഈ പറഞ്ഞോളൂ മൂന്നാം ഘട്ടത്തിലെ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. 4 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ ബംഗാളിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം ഈ തെരഞ്ഞെടുപ്പുകളിൽ രേഖപ്പെടുത്താറുള്ള ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഉയർന്ന പോളിംഗ്, ഒരു 80% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു സംസ്ഥാനമാണ്. ഒന്നാം ഘട്ടത്തിൽ നല്ല പോളിംഗ് ആയിരുന്നു, 82% പോളിംഗ് രേഖപ്പെടുത്തി. എന്നാൽ രണ്ടാം ഘട്ടത്തിലാവട്ടെ 76% പോളിംഗ്. ഈ 80% താഴെ പോളിംഗ് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അത് എന്തോ ഒരു മോശപ്പെട്ട ഒരു സൂചന, അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേക ട്രെൻഡ് അതാണ് നൽകുന്നത്. അപ്പോൾ ഈ പോളിംഗിലെ കുറവെന്ന് പറഞ്ഞാൽ അതൊരു ബംഗാളിൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല, ദേശീയ തലത്തിൽ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് കുറവായിരുന്നു, രണ്ടാം ഘട്ടത്തിൽ പോളിംഗും കുറവായിരുന്നു. ഈ 1ഉം 2ഉം ഘട്ടങ്ങളിൽ തുടർന്നാണ് BJP അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ കാര്യമായൊരു മാറ്റം വരുത്തിയത്. ആ തന്ത്രം എന്താണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പച്ചയായ വർഗീയത പ്രസംഗിക്കാൻ തുടങ്ങി, കടുത്ത മുസ്ലിം വിരുദ്ധത പ്രസംഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇന്നലെ മറാഠിയിലെ പത്രങ്ങളിലെല്ലാം തന്നെ നൽകിയ പരസ്യം എല്ലാവർക്കും തന്നെ അറിയാം. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, പാകിസ്ഥാനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് വോട്ട് ചെയ്യുന്നത് എന്ന രീതിയിലെല്ലാം തന്നെ പത്രങ്ങളിൽ പരസ്യം നൽകുന്നൊരു സാഹചര്യം വരെ ഉണ്ടായി. അത്രത്തോളം ഇല്ലെങ്കിലും ബംഗാളിൽ ഈ ഒരു വർഗീയ തന്ത്രം തന്നെയാണ് ഈ മൂന്നാം ഘട്ടത്തിൻ്റെ മുന്നോടിയായുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും നരേന്ദ്രമോദി നടത്തിയത്. അത് സന്ദേശ് ഗാലി എന്ന വിഷയം മുൻനിർത്തി ഒരു മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രധാനമന്ത്രി നടത്തിയത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടാം ഘട്ടത്തിൽ വെറും 76% പോളിംഗ്, 6% പോളിംഗ് കുറഞ്ഞു. ഈ ഘട്ടത്തിലും എന്തായിരിക്കും ഈ പോളിംഗിൻ്റെ ഒരു അവസ്ഥ എന്നത് വളരെ നിർണായകമാവും. ഇന്ന് പോളിംഗ് നടക്കുന്ന 4 മണ്ഡലങ്ങൾ, അതിലൊന്ന് മുർഷിദാബാദ്, ജാംഗിപ്പൂര്, ദക്ഷിണ മാൾഡ, അതുപോലെ ദക്ഷിണ മാൾഡ, അതുപോലെ വടക്കൻ മാൾഡ. ഈ 4 മണ്ഡലങ്ങളിലും ഏറ്റവും ഉയർന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഒരു 80% കൂടുതൽ പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളാണിത്. അവിടെ എന്തായിരിക്കും പോളിംഗ് എന്നത് അത് നിർണായകമായിരിക്കും. പോളിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ ഈ മിനിറ്റുകളിൽ പ്രത്യേകിച്ചൊന്നും തന്നെ ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനില്ല. പിന്നെ ഈ മേഖലയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ കഴിഞ്ഞ തവണ ഈ 4 സീറ്റുകളിലെ 2 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു, 1 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു, 1 സീറ്റിൽ BJP ജയിച്ചു. എന്നാൽ ഇത്തവണ അതായിരിക്കില്ല സാഹചര്യം. ഈ മേഖലയിൽ ഇത്തവണ ഇടതുപക്ഷവും കോൺഗ്രസുമായിരിക്കും ആധിപത്യം പുലർത്തുക. അത് ബംഗാളിൻ്റെ ഒരു പൊതു ട്രെൻഡായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ആ മേഖല പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനും കോൺഗ്രസിനുമെല്ലാം നല്ല സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. കഴിഞ്ഞ തവണ BJPക്ക് അനുകൂലമായ രീതിയിൽ BJP 18 സീറ്റുകൾ നേടിയിരുന്നു. തൃണമൂല് ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്. എന്നാൽ ആ ഒരു ട്രെൻഡ് അല്ല നമുക്ക് ഈ മണ്ഡലങ്ങളുടെ പ്രചാരണ രംഗങ്ങളെല്ലാം വീക്ഷിച്ചപ്പോൾ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പിന്നെ വിഷയങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ബംഗാളിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാവുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, നരേന്ദ്രമോദി സർക്കാരിനെതിരായ ഒരു ജനവികാരം അത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഈ പോളിംഗ് ശതമാനം കുറയുന്നു, അതോടൊപ്പം തന്നെ BJP കടുത്ത വർഗീയത പറയാൻ തുടങ്ങുന്നു. ഇതെല്ലാം നൽകുന്നൊരു സൂചന എന്തെന്നാൽ ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റേതായ കാറ്റ് മാറി വീശുന്നു എന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു ചില ലക്ഷണങ്ങൾ നമുക്ക് ബംഗാളിലും കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് സർക്കാർ, മമതാ ബാനർജി സർക്കാരിനെതിരായ ജനവികാരമാണ്. അത് വളരെ പ്രകടമാണ്. നമ്മൾ എവിടെ ചെന്നാലും സംസ്ഥാന സർക്കാരിനെതിരായ ഈ വളരെ ശക്തമായ ജനവികാരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതായിരിക്കും തെരഞ്ഞെടുപ്പിൽ നിർണായകമാകാൻ പോകുന്ന മറ്റൊരു വിഷയം. അത് ആർക്ക് ഗുണം ചെയ്യും? അത് BJPക്ക് ഗുണം ചെയ്യുമോ,
അതോ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഗുണം ചെയ്യുമോ എന്നെല്ലാം തന്നെ ഇനി കാത്തിരുന്ന് കാണുക തന്നെ വേണം. മൂന്നാമത്തെ ഒരു ഘടകം, അത് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ഇല്ലാതിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും സാന്നിധ്യമാണ്. 2019 ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും വെവ്വേറെയാണ് മത്സരിച്ചിരുന്നത്. അതെല്ലാം തന്നെ മതേതര വോട്ടുകൾ മൂന്നായി ഭിന്നിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മതേതര വോട്ടുകൾ കുറേ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചു, ഇടതുപക്ഷ പാർട്ടികൾ പിടിച്ചു, കോൺഗ്രസ് പിടിച്ചു. എന്നാൽ ഇത്തവണയാവട്ടെ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാക്കിയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതാണ് 2019 വ്യത്യാസം. ഇവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. ഈ നേരത്തെ ഈ 2019 തന്നെ മമതാ ബാനർജി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം BJPയെ നേരിടാൻ തൃണമൂൽ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്നതായിരുന്നു. എന്നാൽ ഇപ്പോഴതല്ല, BJPയെ ആശയപരമായി നേരിടാൻ ഇടതുപക്ഷത്തിന് മതേതര പാർട്ടികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. മാത്രമല്ല, ഈ മമതാ ബാനർജി നരേന്ദ്രമോദിയുമായി ഒരു രഹസ്യ ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്ന പ്രചാരണം അത് വലിയ രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൽ നിന്നും പിന്മാറുന്നു, ഇന്ത്യ സഖ്യത്തോടൊപ്പമില്ല. ഒരു വശത്ത് അത്തരമൊരു ധാരണ മോദിക്ക് അനുകൂലമായ രീതിയിൽ മമതാ ബാനർജി കൈക്കൊള്ളുമ്പോൾ തിരിച്ച് ED ആവട്ടെ ഇപ്പോൾ അഭിഷേക് ബാനർജിയെ അറസ്റ്റ് ചെയ്യുന്നില്ല. അഭിഷേക് ബാനർജിയാണ് തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജി കഴിഞ്ഞാൽ തൊട്ടടുത്ത നേതാവ്. മമതാ ബാനർജിയുടെ അനന്തരവനാണ്, മമതാ ബാനർജിയുടെ അനന്തര അവകാശിയാണ്. മമതാ ബാനർജിയുടെ കാലം കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിനെ നയിക്കാൻ പോകുന്ന പ്രമുഖനായ നേതാവ് ഈ അഭിഷേക് ബാനർജിയാണ്. ED അഭിഷേക് ബാനർജിയെ അറസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? കാരണം രാജ്യത്തെ പ്രമുഖരായ നേതാക്കന്മാരെ എല്ലാം തന്നെ ED, പ്രതിപക്ഷ നേതാക്കളെല്ലാം ED അറസ്റ്റ് ചെയ്യുമ്പോൾ അഭിഷേക് ബാനർജിയെ തൊടാൻ തയ്യാറാവുന്നത്. ഇത് മമതാ ബാനർജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുണ്ടാക്കിയ ഒരു രഹസ്യ ധാരണയാണ്. ഈ മമതാ ബാനർജിയുടെ കാര്യം എല്ലാവർക്കും അറിയാം. നേരത്തെ AB വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്നു. BJPയുമായി സഖ്യമുണ്ടാക്കി ഇവിടെ പശ്ചിമ ബംഗാളിൽ മത്സരിച്ച ആ രീതിയിൽ മത്സരിച്ച നേതാവാണ്. ഇവിടെ BJPക്ക് എല്ലാം ആദ്യം MPമാരെ എല്ലാം തന്നെ 90കളുടെ അവസാനത്തിൽ BJPക്ക് MPമാരെ എല്ലാം തന്നെ ഉണ്ടാക്കി കൊടുത്തത് ഇതേ മമതാ ബാനർജിയാണ്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയെ വിശ്വസിക്കാൻ സാധിക്കില്ല. മോദിയുമായി രഹസ്യ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം തന്നെ പല മേഖലകളിലും തൃണമൂൽ കോൺഗ്രസ് തിരിച്ചടിയാവും. അതിൻ്റെ പ്രയോജനം ലഭിക്കുക ഇടതുപക്ഷ പാർട്ടികൾക്കും കോൺഗ്രസിനുമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ 42 മണ്ഡലങ്ങൾ രാജ്യത്തെ ഈ ജനവിധി തീരുമാനിക്കുന്നതിൽ വളരെ നിർണായകമാണ്. ഉത്തർപ്രദേശ്, അതുപോലെ മഹാരാഷ്ട്ര, ഈ 2 സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് ഇവിടെയാണ്. 42 ലോക്സഭാ സീറ്റുകളാണ് ബംഗാളിലുള്ളത്. കഴിഞ്ഞ തവണ BJPക്ക് 18 സീറ്റുകൾ ലഭിച്ചു. ഇത്തവണ സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള കഠിനമായ പരിശ്രമം BJP നടത്തി. പ്രധാനമന്ത്രി തന്നെ നിരവധി യോഗങ്ങളെയാണ് ഇവിടെ അഭിസംബോധന ചെയ്തത്. എന്നാൽ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. BJPക്ക് സീറ്റുകൾ കുറയാനുള്ള സാധ്യതയാണ് നമുക്ക് ഇതുവരെയുള്ള പ്രചാരണ രംഗത്ത് കാണാൻ സാധിച്ചത്. കാരണം ഇനിയും 38 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ, ഇനിയും കുറേയേറെ സീറ്റുകൾ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇനി ട്രെൻഡ് മാറുമെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതുവരെയുള്ള അവസ്ഥ വെച്ച് BJPക്ക് പശ്ചിമ ബംഗാളിൽ സീറ്റുകൾ കുറയാനാണ് സാധ്യത. ശരി രാജേന്ദ്രൻ, താങ്ക് യു. രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് അത് ആഞ്ഞടിക്കും എന്ന ഒരു കാര്യത്തിൽ ഈ പ്രചാരണ രംഗം വളരെ കൃത്യമായ സൂചനകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ കാറ്റ് ആർക്കായിരിക്കും അനുകൂലം എന്നതിനാണ് ഇനി നോക്കിക്കാണ്ടത്.